بلاد المسلمين من جميع الفتن والحرج والمرض يا أرحم الراحمين. اللهم احفظ العراق وفلسطين وسوريا وسائر البلدان من القتل من قتل الأبرياء والضعفاء يا أرحم الراحمين يا أرحم الراحمين. اللهم بارك لنا ولمن ساعدنا ولمن ساهم في إنشاء هذه الجامعة وتربية الأيتام وكفالتهم وتعلم العلم وتعليمه يا أرحم الراحمين. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم رحمتك نرجو فلا تكلنا إلى أنفسنا ولا إلى أحد سواك يا أرحم الراحمين. اللهم أنت تعلم قد شرعنا فيما أحببت وأحب رسولك صلى الله عليه وسلم، فأتم لنا جميع أمورنا بأسوأها وأحسنها يا أرحم الراحمين. اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأصوبها، وإنك على كل شيء قدير وبالإجابة جدير. يا الله يا الله نرفع أكفنا إليك ولا تخيبنا يا أرحم الراحمين. اللهم اشفي صاحب السمو الشيخ خليفة بن زايد آل نهيان. اللهم اشفي ملك المملكة العربية السعودية الشيخ عبد الله خادم الحرمين الشريفين. اللهم اشفه اللهم اشفه حكام المسلمين في مشارق الارض ومغاربها الذين يقومون على الحق يا ارحم الراحمين. اللهم وفق لولاة المسلمين بما تحب وترضى يا ارحم الراحمين. اللهم ربنا توكلنا عليك وأنبنا وإليك المصير. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. നമ്മുടെ ബാംഗ്ലൂരിലെ സജീവ പ്രവർത്തകനായ SS ഖാദർ ഹാജി, അദ്ദേഹത്തിന്റെ ഭാര്യ ഈയിടെ മരിച്ചു പോയിട്ടുണ്ട്. ആ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ സ്ഥലം വാങ്ങുന്ന ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ വഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് വഇദാ ഫറഗ്ത മിൻ അംരിൻ ഫശ്റഅ് ഫീ അംരിൻ ആഖർ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ SYSന്റെ 60ാം വാർഷിക സമ്മേളനം. അല്ലാഹു അക്ബർ. SYSന്റെ 60ാം വാർഷിക സമ്മേളനം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ്. കേരളം മുഴുവനും ഉണർന്നു നിൽക്കുന്ന ഈ സമയം ഉറങ്ങാതെ ഇനിയും ഈ ഉണർച്ചയിൽ തന്നെ നമ്മുടെ 60ാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ജനുവരി ഫെബ്രുവരി അവസാനവും മാർച്ച് 1 സമാപിക്കുന്ന സമ്മേളനം വൈദാ ഫറഗ്ത ഫൻസബ് എന്ന ഈ ആയത്തിന് വഴിപ്പെട്ട്
നാളെ രാവിലെ മുതൽ എല്ലാവരും അതിന്റെ പ്രവർത്തനത്തിലേക്ക് കഴിയുക. അതുപോലെ തന്നെ മർക്കസിന്റെ ഈ ഭൂമി വാങ്ങിയ കോടികൾ പൂർത്തിയാക്കി തരാനും പ്രവർത്തിക്കുക. നമ്മുടെ സഖാഫികളെല്ലാം ഇൽമു പ്രചരിപ്പിക്കാനും സ്ഥാപനങ്ങളെ ഉണ്ടാക്കാനും ദീനിന്റെ പ്രവർത്തനത്തിലും മുന്നോട്ട് ഇറങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് 2 ഏക്കറോളം സ്ഥലം തന്നിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട മുണ്ടോത്ത് അബ്ദുൽ ഖാദറിന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആരും പോകാൻ പാടില്ല. പ്രസംഗം ധാരാളമുണ്ട്. സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട വിദേശാതിഥികളുടെ പ്രസംഗം ഉണ്ട്. SYS സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനിയായ പന്മള ഉസ്താദ് അവരുടെ പ്രഭാഷണമുണ്ട്. ബഹുമാനിയായ CM ഇബ്രാഹിം സാഹിബിന്റെയും പേരോട് ഉസ്താദിന്റെയും മറ്റും ധാരാളം പ്രസംഗങ്ങൾ ഈ വേദിയിൽ വരാനുണ്ട്. അതിനിടയ്ക്ക് മർക്കസ് നോളജ് സിറ്റിയുടെ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് 2 മിനിറ്റ് സമയം അതിന്റെ ഒരു വിഷ്വൽ ഷോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്നലെയും മെനയാന്നും ഒക്കെ നടന്ന പരിപാടികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മർക്കസ് നോളജ് സിറ്റിയിലെ ഏറ്റവും പ്രഥമ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നിർവഹിക്കപ്പെട്ടു. യുനാനി മെഡിക്കൽ കോളേജിന്റെ പ്രഥമ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മെനയാന്ന് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പണ്ഡിതന്മാർ ആ പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി. അതേപ്രകാരം നോളജ് സിറ്റിയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കോഴ്സ്, ഫസ്റ്റ് അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സ് ലോ കോളേജ് ആരംഭിക്കുകയും വളരെ വിജയകരമായി അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു വലിയൊരു പ്രോജക്റ്റിലേക്ക് മർക്കസ് വളർന്നു വന്ന് 37 വർഷമായപ്പോ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു 100 ചില്ലാനും ഏക്കറിൽ നടക്കുന്ന ഈ സ്ഥാപനം, ഈ കാരന്തൂരിലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തുമായി നടക്കുന്ന സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ ഇനി ഏറ്റവും വലിയൊരു പ്ലാൻഡ് സിറ്റിയിലേക്ക് മാറുകയാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കാനഡയിൽ നിന്ന് 10 വർഷം മുമ്പ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വന്ന കുടുംബം 10 വർഷം പൂർത്തിയാക്കിയിട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഈ വർഷം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവരാ നാട്ടിലെ മസ്ജിദിന്റെ ഇമാമും ഖതീബും അവിടുത്തെ ദഅവക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നും, ഫിജിയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, അതുപോലെ ഇന്റർനാഷണൽ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വരികയും ധാരാളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്തു. അവരുടെ എല്ലാം നിരന്തരമായ പ്രചോദനവും പ്രേരണയുമാണ് യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു സിറ്റിയിലേക്ക് നമ്മെ ചിന്തിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കുടുംബത്തെ പാർപ്പിക്കുന്നതിന് വേണ്ടി ലിവിംഗ് സിറ്റി ഹാബിറ്റേറ്റ് മർക്കസ് നോളജ് സിറ്റിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ലാൻഡ്മാർക്കുമായുള്ള ജോയിന്റ് വെഞ്ചറായി ആ പദ്ധതി നടക്കുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങൾക്ക് ആവശ്യമായ കൗണ്ടറുകളും മറ്റും ഇതിന്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രഖ്യാപിച്ച ഫ്ളാറ്റുകൾ അധികവും വിറ്റു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടങ്ങാൻ പോകുന്ന ടവറുകളുടെ വിൽപ്പനയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ലോ കോളേജ് ഇവിടെ തുടങ്ങിയ സമയത്ത് മർക്കസ് ശരിയയിലെ ശരിയ പ്ലസ് ലോ പഠിക്കുന്ന 20 വിദ്യാർത്ഥികൾ 3 വർഷം കഴിയുമ്പോൾ LLBയുമായി അവർ പുറത്തു വരും. അവർ സഖാഫി ബിരുദവുമായി വരും. ഇനി വരുന്ന തലമുറയിൽ സഖാഫികൾ ഓരോരുത്തരും LLBയുമായും എഞ്ചിനീയറിംഗുമായും മെഡിസിനുമായും വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രൊഫഷണൽ കോളേജിൽ നിന്ന് പാസ്സായവർ തലപ്പാവ് ധരിച്ച് നീളക്കുപ്പായം ധരിച്ച് പുറത്തിറങ്ങുന്ന ഒരു രംഗമാണ് ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലൂടെ നമുക്ക് കാണാനിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എല്ലാവിധ തടസ്സങ്ങളും നീക്കി എത്രയും എളുപ്പം നമ്മുടെ പരിപാടികൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് ശേഷം അവസാനം വീണ്ടും ഉസ്താദ് ദുആ ചെയ്യും. മർക്കസ് എക്സലൻസി ക്ലബിന്റെ ഒരു മെമ്പർ അസീസ് മൗലവി അടുത്ത ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ ICUവിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. അതുപോലെ ഇന്നലെ ഗുജറാത്തിൽ നിന്ന് നമുക്കവിടെ സ്കൂളിൽ നിന്ന് സ്ഥാപനത്തിന് വേണ്ടി സ്ഥലവും കെട്ടിടവും എല്ലാം തന്ന ഒരു മാന്യദേഹം
ഇന്നിവിടെ സംബന്ധിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ബാഞ്ചി സുഖമില്ലാത്തതിന്റെ പേരിൽ, മരിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് യാത്രയായി. അതുപോലെ ഇന്നലെ ബീഹാറിൽ നിന്ന് വന്ന MP ചൗധരി സാഹബ്, അദ്ദേഹത്തിന്റെ പൗത്രിക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഇന്നലെ അദ്ദേഹവും പെട്ടെന്ന് തിരിച്ചു പോവുകയുണ്ടായി. ഇന്നലെയും മിനിയാന്നുമായി ഇവിടെ വന്ന പലരുടെയും ബന്ധുക്കൾ മരിച്ചതിന്റെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മർകസ് AGM-ന്റെ അമ്മായി ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹം ഇന്ന് അവിടെ പോയി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സമ്മേളനത്തിന്റെ ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ജനറൽ കൺവീനർ സുഖമില്ലാതെ 2 ദിവസം വീട്ടിൽ ഈ സമ്മേളനത്തിന്റെ തിരക്കിനിടയിൽ വിശ്രമിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനകളെല്ലാം സമ്മേളനത്തിന്റെ അവസാന സമയത്ത് ഉസ്താദ് നടത്തും. അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങൾ അറിയിക്കുന്നവർക്കും അതുപോലെ സംഭാവനകൾ ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങൾ സദസ്സിന്റെ പല ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. बहुत दूर जगहों से, हिंदुस्तान की दीगर अतराफ से अल्हम्दुलिल्लाह मेहमानान खुसूसी यहाँ तशरीफ लाए हैं. हमारे ये इदारे की कॉन्फ्रेंस की जायजा लेने के लिए यहाँ से फारिग होने वाले तलबा की पेरेंट्स भी, इनके असातिज़े भी, हिंदुस्तान की शमाल और शर्क शमाल दीगर अतराफ से जो आए हुए हैं, तमाम मेहमान को हमारे तरफ से खुशामदीद और तहे दिल से शुक्रिया अदा करते हैं. खुसूसी तौर पर जो चैनल, उर्दू चैनल की राष्ट्रीय सहारा, इंकलाब, एतिमाद, दीगर सहाइफ, न्यूज़पेपर की एडिटर्स, रिपोर्टर्स वगैरह 4 दिन यहाँ रह के हमारे रिपोर्ट देने के लिए कोशिश किए हैं. तमाम मुहिब्बान किराम की, हमारे मरकज़ की फ़रोग़ के लिए आगे रहने वाले तमाम भाइयों के लिए हमारी तरफ से दुआ है. अल्लाह ताला कबूल फरमाए. ബുഖാരി ഇമാം അവരുടെ നാട്ടിൽ നിന്ന്, റഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന മഹാപണ്ഡിതൻ നമ്മുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കാനിരിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله الذي حقق الحق بالحق وأزهق الباطل بالحق، والصلاة والسلام على النبي المبعوث بالحق وعلى آله وأصحابه التابعين للحق.
فضيلة الشيخ علامة شيخ أبو بكر أحمد حفظه الله، علماء الكرام، الضيوف المحترمون، المتخرجون الأعزاء، أيها الحفل الكريم، السلام عليكم ورحمة الله وبركاته. أنا خادمكم أزور بلاد الهندية أول مرة، ومن قبل كنا نسمع عن الهند، عن علماء الهند، عن سكان الهند، وخصوصا شيخنا أبو بكر أحمد حفظه الله كان يحكي لنا حكايات عن هند، كيف يعيش سكان هذه البلاد بوئام وصداقة ولو كانوا يتبعون الأديان المختلفة. تعايش السلمي والمعاملات الحسنة كان من سيماء أهل الهند، ومن ضمنهم إخواننا المسلمون. عندما زرت هذه البلاد وعشت معكم عدة أيام ورأيت بأم عيني هذه الأخبار كانت صادقة، ولكن هناك زيادات كثيرة خيرة مباركة. أنا عندما تعرفت على نشاط مركز الثقافة السنية الإسلامية وجامعة الثقافة السنية الإسلامية ونشاطات أخرى، فرحت فرحا كثيرا جدا. دين الله الإسلام الحنيف دين الوسطية ودين الاعتدال، لا تطرف في الإسلام، لا تفريط في الإسلام ولا إفراط في الإسلام. رأيت بأم عيني أنكم بقيادة الشيخ أبو بكر أحمد حفظه الله سلكتم هذا الطريق، طريق الوسطية، طريق الاعتدال، طريق التعايش السلمي. هذا هو الإسلام الحق. مذهب أهل السنة والجماعة يمثل هذه الوسطية والاعتدال وغير ذلك من محاسن الإسلام، وهذا مفرح جدا. رأيت هناك كليات للمسلمين وللهند. هذه الأشياء كلها يفرح الإنسان ويثلج الصدور. أنا أهنئ إخواني المتخرجين بهذه المناسبة الكريمة العريقة جيدة، سعادة كبرى. أدعو الله سبحانه وتعالى أن يوفق المتخرجين جميعا إلى ما فيه خير الإسلام والمسلمين. وكذلك أشكر الرؤساء والخدام وأساتذة الجامعة الذين يخدمون الإسلام والمسلمين. أنا كما قلت سابقا فرحت فرحا كبيرا بما رأيت فيكم من حسن الإسلام والخير وبركة، وأدعو الله سبحانه وتعالى أن يديم هذه النعم عليكم وعلى غيركم من المسلمين. السلام عليكم ورحمة الله وبركاته، وآخر دعوانا أن الحمد لله رب العالمين. നിങ്ങളുടെ നാട്ടിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഞാൻ ആദ്യമായി വരുന്നു. ഈ നാട്ടിലെ മതസൗഹാർദ്ദവും സമാധാനപൂർവമായ സഹവർത്തിത്വവും എന്നെ അങ്ങേയറ്റം സന്തുഷ്ടനാക്കുന്നു. നേരത്തെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അത് നേരിൽ കാണുവാൻ എനിക്ക് സാധിച്ചു. വലിയ സന്തോഷമുണ്ട്.
ഇസ്ലാമിൽ ഭീകരതയില്ല, തീവ്രവാദവും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സമീപനങ്ങളുമില്ല. ഇസ്ലാം ഏറ്റവും കൃത്യവും സത്യസന്ധവുമായ പ്രസ്ഥാനമാണ്. മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് മുസ്ലിയാർ ആ പാതയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അനാഥശാലകൾ സന്ദർശിച്ചു, ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും. അതേപോലെ പൂനൂരിലെ മദീനത്തുൻ നൂർ, നോളജ് സിറ്റി എല്ലാം സന്ദർശിക്കുവാൻ അവസരമുണ്ടായി. മത, ഭൗതിക, സാങ്കേതിക സമന്വിത വിദ്യാഭ്യാസമാണ് അവിടെയെല്ലാം നൽകുന്നത്. അപാരമായ സന്തോഷം, നിങ്ങളോടെല്ലാമുള്ള സഹകരണവും ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് മുസ്ലിയാർ അവർകൾക്കും ഈ നാട്ടിലെ ഉലമാ ശിരോമണികൾക്കും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടെ വാക്കുകൾ അവസാനിപ്പിക്കും. സൗദി അറേബ്യയിലെ صاحب السمو الملكي سعود بن مساعد بن عبد العزيز فليتفضل مشكورا. كما نشكره على تشريفنا بتسليم الزي الرسمي للخريجين من حفظة القرآن الكريم لهذا العام. ولقد اختير الشيخ أبو بكر أحمد حفظه الله لغسيل الكعبة المشرفة لهذا العام، وهو الوحيد من الهند لما يتمتع به شخصيا من محبة ولاة الأمر في المملكة العربية السعودية، تكريما له أولا وللمسلمين في الهند عامة وفي كيرلا خاصة. كما تقدم ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് കാന്തപുരം ഉസ്താദ് ഈ വർഷം കഅബ കഴുകാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട ഏക പണ്ഡിതനാകുന്നു എന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയാം. كما نتقدم للخريجين وعددهم 879 خريجا، 52 منهم من حفظة كتاب الله الكريم، بالتهاني والتبريكات على بلوغ هذه اللحظات التي ينتظرونها بتتويجهم من نخبة من العلماء والمفكرين من جميع أنحاء العالم. 879 പേർക്ക് ബിരുദം നൽകുന്ന, അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് 52 ഹാഫിദുകൾക്ക് ബിരുദം നൽകുന്ന ഈ മഹാസംരംഭത്തിൽ അവരെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയും അവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. سائلين الله سبحانه وتعالى لهم التوفيق في حياتهم العملية وأن ينفع بهم الإسلام والمسلمين إنه على ذلك قدير. കർമ്മ മേഖലയിൽ അവർക്ക് സമ്പന്നമായ സംഭാവനകൾ ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും ആശംസിക്കുന്നു. كما أستاذن فضيلة الشيخ أبو بكر في إلقاء بيتين من الشعر لا ترتقي لقامة سماحته ولكن ترجمة لبعض مشاعرنا. عذرا أبا بكر نرجو منك معذرة، زدناك هجرا ولكن زدتنا وهجوا، أمضيت دهرا على درب النجاح وقد أعددت جيلا بذكر الله ينتهج، أفكارهم خيل والقرآن صهوته، من منهل العلم كم عنوا وكم سرجوا،
فأنت صرحا بنى صرحا ونحن نرى مشاعل النور من أبوابه خرجوا. شكرا أبا بكر، قد سطرت ملحمة في الصبر والعزم بالبرهان والحجج. لو يعلم المرء ما في الصبر من نعم حب البلاء ولم يستعجل الفرج. لو يعلم المرء ما في الصبر من نعم حب البلاء ولم يستعجل الفرج. فنحمد الله حمدا لا حدود له بأن هدانا إلى دين بلا عوج. والسلام عليكم ورحمة الله وبركاته. ഞാനൊരു 2 വരി കവിത ഇവിടെ ആലപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉസ്റൻ അബൂബക്കറിൻ നർജു മിൻക മഅദിറതൻ. ശൈഖ് അബൂബക്കർ, മാഫ്, ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നപ്പോഴൊക്കെയും കൂടുതൽ കൂടുതൽ അങ്ങ് ഞങ്ങളിലേക്ക് അടുക്കുകയായിരുന്നു. അതെ, അങ്ങ് ഈ വളർത്തിക്കൊണ്ടുവന്ന വലിയ ഒരു സമൂഹം, ആ സമൂഹം ചിന്തകളാൽ സമ്പന്നമായ അശ്വഭടന്മാരാകുന്നു. അതെ, പരിശുദ്ധ ഖുർആൻ അവരുടെ ആവേശമാകുന്നു. വിജ്ഞാനത്തിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്നാണ് അവർ കളിച്ചതും അവർ കുളിച്ചതും അവർ മുങ്ങിയതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങയെ കാണുന്നത് വലിയ ഒരു ഗോപുരമായിട്ടാണ്. അങ്ങ് വലിയ മറ്റു കുറെ ഗോപുരങ്ങൾ പണിതിരിക്കുകയാണ്. ആ ഗോപുരങ്ങളിൽ നിന്നെല്ലാം ലോകത്തേക്ക് പ്രകാശം ശക്തമായ രീതിയിൽ പ്രവഹിക്കുകയാണ്. മാത്രമല്ല, ശൈഖ് അബൂബക്കർ ഖദ് സത്തർത മൽഹമ, അങ്ങ് വളരെ വലിയ ഒരു വീരഗാഥ രചിച്ചിരിക്കുകയാണ്. അങ്ങ് രചിച്ച വീരഗാഥ ക്ഷമയുടെ, സഹനത്തിന്റെ, സംയമനത്തിന്റെ വലിയ തെളിവായി ലോകത്തെ കാലത്തും നിലനിൽക്കും. അതേ, ലൗ യഅലമുൽ മർഉ മാ ഫി സ്വബ്രി മിൻ നിഅമി. സംയമനത്തിന്റെ നേട്ടങ്ങളെങ്ങാനും ലോകം അന്ന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പരീക്ഷണം തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് സുഖം തരണമേ എന്ന് അവർ ആഗ്രഹിക്കില്ലായിരുന്നു. ശൈഖ് അബൂബക്കർ, അങ്ങയുടെ ഈ നേട്ടത്തിനു വേണ്ടി ഞങ്ങൾ കൂടി അല്ലാഹുവിന് നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. വസ്സലാമു അലൈക്കും. മർക്കസ് ഹിഫ്ദുൽ ഖുർആനിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ശരീഅത്ത് കോളേജിൽ ഉപരിപഠനം നടത്തി സഖാഫി ബിരുദവും കൂടി കരസ്ഥമാക്കിയ 24 പേർക്കുള്ള ക്യാഷ് അവാർഡ് ഈ വേദിയിൽ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. പേര് വായിക്കുന്ന മുറയ്ക്ക് പെട്ടെന്ന് എത്തിച്ചേർന്ന് കൈപ്പറ്റുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഹാഫിദ് അബ്ദുൽ വാഹിദ് സഖാഫി കുഞ്ഞിമംഗലം, ഹാഫിദ് അഫ്സൽ സഖാഫി കാരക്കുന്ന്, ഹാഫിദ് ജാബിർ സഖാഫി ഇന്ത്യനൂർ, ഹാഫിദ് ജരീർ സഖാഫി എടക്കര, ഹാഫിദ് ബഷീർ സഖാഫി കൊടുവള്ളി, ഹാഫിദ് ഷിഹാബ് സഖാഫി കക്കിപ്പദവ്, ഹാഫിദ് സുൽഫീഖർ സഖാഫി കൊച്ചി, ഹാഫിദ് സ്വാബിർ സഖാഫി ഇടുമ്പ, ഹാഫിദ് ഫിറോസ് സഖാഫി കോഡൂർ, ഹാഫിദ് അബ്ദുൽ മലിക് സഖാഫി ചിയ്യൂര്, പെട്ടെന്ന് സ്റ്റേജിൽ വരണം. ഹാഫിദ് ഷാഫി സഖാഫി അകലാട്, ഹാഫിദ് റുക്നുദ്ദീൻ സഖാഫി വത്തല്ലൂർ, ഹാഫിദ് അബ്ദുൽ ഖാദിർ സഖാഫി വളക്കൈ, ഹാഫിദ് അബ്ദുസ്സമദ് സഖാഫി പയ്യന്നൂർ, ഹാഫിദ് ഫളിൽ സഖാഫി കണിയാമ്പറ്റ, ഹാഫിദ് ജാബിർ സഖാഫി പത്തായക്കല്ല്, ഹാഫിദ് അലി സഖാഫി കൊടിങ്ങി, ഹാഫിദ് മീറാൻ സഖാഫി മൊറയൂര്, ഹാഫിദ് മഷ്ഹൂദ് സഖാഫി കൊയിലാണ്ടി, ഹാഫിദ് ഹസൻ സഖാഫി കൊണ്ടോട്ടി, ഹാഫിദ് ഷൗക്കത്ത് അലി സഖാഫി കുടക്, ഹാഫിദ് അനീസ് സഖാഫി കുഞ്ഞിമംഗലം,
ഹാഫിള് യഹ്യ സഖാഫി വേങ്ങര, ഹാഫിള് സയ്യിദ് മുഹമ്മദ് അലി ഹാഷിമി വിശാഖപട്ടണം. الذين تخرجوا من معهد القرآن الشريف لحفظه وثم تخرجوا أيضا من الكلية الشريعة ونالوا على درجة الثقافي. താജുൽ ഉലമ അവരുടെ ഒന്നാം നേർച്ച 2015 ജനുവരി 19 മുതൽ 22 വരെ നടക്കുകയാണ്. നാളെ മുതൽ കൊണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയും നടക്കുകയാണ്. ഇതെല്ലാം പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ. വളരെ പ്രധാനപ്പെട്ട 2 വിവരം മാന്യ പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന്, മർക്കസിന് കീഴിൽ മിനിയാന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ, ഡിഗ്രി പഠിച്ച പ്രഗത്ഭരായ വിദ്യാർത്ഥികൾക്ക് IAS, IPS, IRS തുടങ്ങിയ 28ഓളം കോഴ്സുകളുള്ള സിവിൽ സർവീസിലേക്ക് കോച്ചിങ് നൽകുന്നതിന് വേണ്ടിയുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാം 20 വിദഗ്ധരായ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന ഒരാഴ്ചത്തെ ക്യാമ്പിലൂടെയാണ് ഈ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. മർക്കസിന്റെ കീഴിൽ നടത്തിയ പരീക്ഷകളിൽ വൻ വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ മർക്കസുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അടുത്ത ജൂൺ മാസം മുതൽ മർക്കസിന്റെ ഖുർആൻ പ്രചാരണ പദ്ധതിയിലെ പുതിയ ഒരു അധ്യായം കൂടി ഇവിടെ തുറക്കുകയാണ്. കൊച്ചു കുട്ടികൾക്ക് 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഖുർആൻ 3 വർഷം കൊണ്ട് പൂർണ്ണമായും തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാനും 2 ജുസ് മനഃപ്പാഠമാക്കാനും അറബി ഭാഷയിലുള്ള പ്രാഥമിക പഠനങ്ങൾ നേടാനും സാധിക്കുന്ന അൽ അമീൻ മർക്കസ് സ്കൂൾ ഓഫ് ഖുർആൻ, ഖുർആനിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സംരംഭം, അത് സെക്കൻഡറി വരെയും ഹയർ സെക്കൻഡറി വരെയും ബിരുദം വരെയും പഠിക്കുന്ന ഏറ്റവും നൂതനമായ സംവിധാനത്തോടു കൂടിയുള്ള ഒരു സിസ്റ്റം ഈ വരുന്ന ജൂണിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള അഡ്മിഷനും ഈ ജാനുവരി മാസത്തോടു കൂടി അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നുണ്ട്. ഹിഫ്ളുള്ള പഠനം പൂർത്തിയാക്കി സഖാഫി പഠനം പൂർത്തിയാക്കിയ 24 പ്രതിഭകൾക്കുള്ള ക്യാഷ് അവാർഡ് നൽകിയത് മർക്കസ് ICF റിയാദ് കമ്മിറ്റിയാണ് എന്ന് മുഹിബ്ബീങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 10 മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ ഫദ്ലുല്ലാഹ് ഇബ്നു സുലൈമാൻ മുസ്ലിയാർ, വാവൂര്, മലപ്പുറം ജില്ല, ക്യാഷ് അവാർഡ് ഇവിടെ വെച്ച് നൽകുന്നു. 10 മാസം കൊണ്ട് മർക്കസ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ നിസാമുദ്ദീൻ ബിൻ അഷ്റഫ് LT എന്ന വിദ്യാർത്ഥിക്കും ഷെയ്ഖുന പ്രത്യേക പുരസ്കാരം നൽകും. അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുമായി മർക്കസ് ഒട്ടേറെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി മർക്കസ് സ്ഥാപിച്ചിട്ടുള്ള കൊളാബറേഷന്റെ പ്രഖ്യാപനം ഇന്ന് രാവിലെ നടന്ന ഉലമ കോൺഫറൻസിൽ വെച്ച് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ അഹമ്മദ് സാബിർ ഇബ്രാഹിം അഹമ്മദ് ബസറി ബിൻ ഇബ്രാഹിം നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം ഏതാനും മിനിറ്റുകൾ ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കും. الآن إن شاء الله سيلقي إليكم بعض الكلمات فضيلة الأستاذ الدكتور أحمد بصري بن إبراهيم من جامعة العالمية الإسلامية ماليزيا فليتفضل. 10 മാസം കൊണ്ട് ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ 2 ഹാഫിളുകൾക്ക് മികച്ച രൂപത്തിൽ ശിക്ഷണം നൽകിയ ഉസ്താദുമാർക്കുള്ള പുരസ്കാരവും വേദിയിൽ നിർവഹിക്കപ്പെടുകയായി. ഹാഫിള് അബ്ദുൽ നാസർ സഖാഫി പന്നൂർ, ഹനീഫ് സഖാഫി ആലമങ്ങാട് 2 പേരും ഷെയ്ഖുനായിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. بسم الله الرحمن الرحيم
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. سماحة الشيخ العلامة أبو بكر أحمد حفظه الله ورعاه، الأساتذة والعلماء الأجلاء، الضيوف الكرام، الإخوة الخريجون والحفل الكريم، أحييكم بتحية الإسلام، تحية مباركة عند الله، وأقول السلام عليكم ورحمة الله وبركاته. أحمد الله تعالى الذي وفقني وإياكم ويسرني وإياكم في حضور هذا الاحتفال المبارك في هذه الليلة المباركة، وأشكر مركز الثقافة السنية الإسلامية، شيخه، إدارته، أساتذته وطلابه لحسن استقبالهم لي وضيافتهم، جزاهم الله خير الجزاء. أيها الحفل الكريم، يسرني ويسعدني باسم الجامعة الإسلامية العالمية بماليزيا وباسم كلية المعارف الوحي والعلوم الإنسانية في الجامعة نفسها أن أهنئ أولا مركز الثقافة السنية الإسلامية تحت رئاسة الشيخ أبو بكر أحمد حفظه الله ورعاه لجهدهم المميز في خدمة الإسلام والمسلمين في تعليم العلوم الشرعية وترسيخها بعيدا كل البعد عن التطرف والإرهاب في أبناء هذه الأمة المسلمة، ورجيل لنجاحهم في دروسهم وتعليمهم. فأوصي نفسي وإياكم بأن هذه الشهادة وهذا التخرج ليس آخر المطاف لطلب العلم، بل هو عبارة عن مرحلة من المراحل التعليمية التي تبدأ بميلادنا ولا تنتهي إلا بمفارقة الحياة من أجسادنا. وأخيرا أسأل الله تعالى أن يوفقكم ويبارككم في دينكم وعلمكم ومشايخكم وأهلكم وأعمالكم. ومسك الختام أختتم كلامي بقوله تعالى بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله العظيم. أقول قولي هذا وأستغفر الله لي ولكم، والسلام عليكم ورحمة الله وبركاته. ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു പ്രത്യേക ആളുകൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി നാടുവിട്ട് സഞ്ചരിക്കുകയും ദീൻ പഠിക്കുകയും സമൂഹത്തിൽ ഇറങ്ങി അവർ പ്രബോധനം ചെയ്യുകയും വേണമെന്ന് അല്ലാഹുവിന്റെ തിരുവചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മലേഷ്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ ബാഹുവങ്ങളും മർക്കസ് യൂണിവേഴ്സിറ്റിക്കും മർക്കസിന്റെ അനുയായികൾക്കും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സിറാജ് ദിനപത്രത്തിന്റെ സ്പെഷ്യൽ പതിപ്പ് ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കരസ്ഥമാക്കാവുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിന്റെ ചിത്രങ്ങളും വാർത്തകളും അതിലുണ്ട്. തമിഴ്നാട്ട് മദ്രാസ് എയർപോർട്ടിന് സമീപത്ത് മർക്കസിന്റെ ഒരു വിജ്ഞാന നഗരം പടുത്തുയർന്നുകൊണ്ടിരിക്കുകയാണ്. ത്വയ്ബ ഗാർഡൻസ് 3 ഏക്കർ വരുന്ന ഭൂമി അതിനുവേണ്ടി നൽകിയത് ഹാജി മൻസൂർ സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമാണ്. മദ്രാസിലെ മറ്റൊരിടത്തും അദ്ദേഹം മസ്ജിദിനു വേണ്ടിയുള്ള സ്ഥലം മർക്കസിന് നൽകിയിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിലെ മർക്കസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഡോക്ടർ ഹാജി മൻസൂർ സാഹിബാണ്. അദ്ദേഹത്തിന്റെ വകയായി മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനും കാളികാവിനോടൊക്കെ ഹാർട്ട് ഓഫ് ദ ഹൈവേയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഭൂമിയുടെ ഡോക്യുമെന്റ് ഈ വേദിയിൽ വെച്ച് ബഹുമാന്യരായ ഉസ്താദിന് കൈമാറുന്നു. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി വിജയം നേടിയ ഹാഫിദ് അബ്ദുൽ ഹക്കീം തിരുവോട്, 2014 ഫസ്റ്റ് റാങ്ക് നേടിയ ഹാഫിദ് അഫീഫ് അലി ഇബ്നു സൈനുദ്ദീൻ, രണ്ടുപേർക്കുമുള്ള ക്യാഷ് അവാർഡ് മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ നൽകുന്നു. വിദ്യാർത്ഥികളെയും സയ്യിദ് അവർകളെയും ബഹുമാന പുരസ്സരം ക്ഷണിക്കും. വിലയേറിയ നമ്മുടെ സമ്മേളന മുഹൂർത്തങ്ങൾ എക്കാലവും മനതലങ്ങളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി, തേനൂറുന്ന ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടി വിലപ്പെട്ട സമ്മേളന സാഹിത്യോപഹാരം മർക്കസ് സമ്മേളന സോവനീർ എല്ലാവരും കൈവശപ്പെടുത്തണമെന്ന് വിനയത്തോടെ ശുപാർശ ചെയ്യുന്നു. الآن سنستمع إلى كلمة فضيلة الشيخ الإمام من البغداد الشيخ أنس محمود خلف العيسابي. فليتفضل الشيخ مشكورا. ഇറാഖിന്റെ തലസ്ഥാനമായ ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ ബാഗ്ദാദിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരുടെ മസ്ജിദിലെ ഇമാം അവർകൾ നമ്മോട് സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وأفضل الصلاة وأتم التسليم على سيدنا محمد رسول الله وعلى آله وصحبه ومن دعا بدعوته وسار على نهجه إلى يوم الدين. وبعد، فضيلة الشيخ العالم المجاهد العلامة الشيخ أبو بكر أحمد، سادة العلماء، الضيوف الكرام، طلبة العلم الشرعي، الحضور جميعا، السلام عليكم ورحمة الله وبركاته. قبل قليل رأينا كلمات وسمعنا شكرا وتقديرا، لكنني لا بد أن أكرر شكري وتقديري لمركز الثقافة السنية، على رأسهم فضيلة الإمام المجاهد الشيخ العلامة أبو بكر أحمد، وابنه الحكيم الدكتور عبد الحكيم، وإخوانه ومن وقفوا معهم في إنجاح هذا المؤتمر وهذا الصرح الإيماني الكبير، فلهم منا كل الشكر والتقدير. أقول أيها الأحبة، واسمحوا لي سادتي الكرام ضيوفا ومشايخا وحضورا أن أوجه كلاما لطلبة العلم الشرعي، للذين تشرفوا بأن تخرجوا من هذه الجامعة الإسلامية. شيخنا أبو بكر قال قبل قليل بأن المسلمين والهند يفتخرون بهذه المؤسسة العظيمة مركز الثقافة السنية، لكن أنا أقول يا شيخي وأستاذي، ليس الهند والمسلمون بالهند يفتخرون بهذا، بل العالم الإسلامي كله يفتخر بهذه الجامعة. فعلا والله مركز الثقافة السنية الإسلامية مفخرة لكل المسلمين. نفتخر بأن العالم الإسلامي في هذا القرن أصبحت له جامعة يشار إليها بالبنان
ويقصدها الناس من كل مكان، فتحية إجلال وإكبار لكم أصحاب هذه الجامعة. أقول يا طلبة العلم الشرعي، يا من نحتفل اليوم بتخريجكم، مدار هذا العمل وهؤلاء الضيوف الذين جاءوا والأساتذة الذين نذروا أنفسهم هو لخدمتكم، لكي تخرجوا لنا بأحلى حلة، علماء صادقين عاملين تحملون راية الإسلام ورسالة رسول الإسلام سيدنا محمد صلى الله عليه وسلم. لذا أقول رفعكم الله جل وعلا حينما قال يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. لا يحسبن أحد منكم بأنه هين عند الله. أتدرون أن الملائكة نخلص النية لله جل وعلا، وأن يكون طلبنا للعلم هو لله. إنما الأعمال بالنيات وإنما لكل امرئ ما نوى. حتى ولو كانت النية في بدايتها لغير الله فلنجعلها لله، كما قال الغزالي طلبنا العلم لغير الله فأبى إلا أن يكون لله. الأمر الثاني أيها الأحبة، العمل بما تعلمتم، لأنه بدون العمل لا يساوي العلم شيئا أبدا. وسأذكر لكم قول الإمام مالك إمام دار أهل الهجرة: من تعلم ولم يتصوف فقد تفسق، ومن تصوف ولم يتعلم فقد تزندق. الأمر الآخر، ولا أريد أن أطيل على حضراتكم، هو تبليغ هذا العلم للناس وأن لا نكتم هذا العلم. والأمر الأخير أن نيسر على الناس ولا نعسر عليهم. يسروا ولا تعسروا، بشروا ولا تنفروا. ربنا جل وعلا حينما أرسل موسى وهارون إلى فرعون الذي قال أنا ربكم الأعلى، ماذا قال الله لهما؟ فقولا له قولا لينا. فقال مجاهد رحمه الله تعالى من المفسرين قال رباه هذا حلمك مع من قال أنا ربكم الأعلى، فكيف يكون مع من يقول سبحان ربي الأعلى؟ هنيئا لكم يا مركز الثقافة السنية الإسلامية، مبارك عليكم تخرجكم. أسأل الله جل وعلا أن يحفظكم، كما أجدد شكري وتقديري للقائمين على هذا المركز، ابتداء من رئيسه شيخنا أبو بكر، وانتهاء بأصغر موظف في هذا الصرح، كما لا أنسى أن أشكر الداعمين لهذا المركز بالإعلام، بالمال، بالكلمة، بالدعاء، فجزاهم الله كل خير. وختاما أقول بارك الله فيكم وفي جهودكم، ويسر الله علينا وعليكم. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين، والسلام عليكم ورحمة الله. ബഹുമാന്യരായ CM ഇബ്രാഹിം സാഹിബ് നമ്മോട് സംസാരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. ബഹുമാന്യരായ സാദാത്യങ്ങളെ, ഉൽമക്കളെ, മോമിനിങ്ങളെ, മുത്താലിമിങ്ങളെ, എൻ്റെ
എൻ്റെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 37ാമത്തെ കൊല്ലം അന്ന് എൻ്റെ ഷേഖ് മടൂർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് സുജൂദ് ചെയ്ത ഈ സ്ഥലം ഇൽമിന്റെ ബഹറായി. അൽഹംദുലില്ലാഹ്, കേരളത്തിൽ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കാന്തപുരം ഷേഖുന അബൂബക്കർ മുസ്ലിയാർ സുൽത്താനുൽ ഉലമ കേരളത്തിൽ മാത്രമല്ല ലോകം ഇന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മണ്ട, 20 കൊല്ലം മുമ്പ് ഇതേ വേദിയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നു, ആര് എന്ത് എതിർത്താലും കാന്തപുരത്തിന് നിർത്താൻ പറ്റൂല. ഇന്ന് കണ്ടല്ലോ, കർണാടകത്തിൽ നടന്ന 9 ദിവസത്തിന്റെ SSFന്റെ യാത്ര 60 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ കർണാടകത്തിൽ ഒരു സുന്നി പണ്ഡിതന് ഒരു കാലത്തും കിട്ടാത്ത സ്വാഗതമാണെന്ന് അവിടെ കിട്ടിയത്. പല ആൾക്കാർ പറഞ്ഞു, എന്തു നടക്കാനാ? ഞാൻ അവരോട് പറഞ്ഞോടോ, നിങ്ങൾക്ക് മണ്ണാർക്കാടല്ലാണ്ട് വേറെ ഒരു കാടും അറിഞ്ഞൂടാ. യാത്ര നടന്ന പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുൽബർഗ ഖാജ ബന്ദനവാസ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരെടുത്തുനിന്ന് സിയാറത്ത് ചെയ്ത് തുടങ്ങിയ യാത്ര ഹുബ്ബള്ളിയിലേക്ക് എത്തുമ്പോ രാത്രി 2 മണി വരെ 1.5 ലക്ഷം ജനങ്ങൾ. എന്നും ഉസ്താദിനെ കാണാത്ത ആൾക്കാർ, ഭാഷ അറിഞ്ഞൂടാ, ഉസ്താദിനെ വെറും കാണണം. सिर्फ हमको उस्ताद को देखना है. 18 ലക്ഷം ആൾക്കാർ 9 ദിവസത്തിൽ കർണാടകത്തിൽ കണ്ടു. എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഈ നാട്ടിൽ നിന്ന് കത്തിയ പ്രകാശിക്കുന്ന വിളക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇത് പ്രകാശിക്കട്ടെ. മംഗലാപുരത്ത് നടന്ന ചരിത്രമായ യാത്ര 2 ലക്ഷം ജനങ്ങൾ, കർണാടക ഗവൺമെന്റ് ഒട്ടാകെ, ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ മുതൽ എല്ലാ മന്ത്രിമാർ, പേജാവർ സ്വാമിജി, ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ പേജാവർ സ്വാമിനെ 3 മണിക്കൂർ സദസ്സിൽ ഇരുന്ന അയാൾ സദസ്സ് തുടങ്ങുമ്പോ പെട്ടെന്ന് മഴ, 6 മണിക്കൂർ മഴ പെയ്തിട്ടും കൂടി ഒറ്റ ഒരു SSFന്റെ അണി അവിടുന്ന് എണീച്ചിട്ടില്ല. അത്ഭുതമായി ചീഫ് മിനിസ്റ്റർ മഴ കണ്ട് പ്രസംഗിക്കാൻ നിർത്താൻ നോക്കി. ഞാൻ എന്റെ ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു, സിദ്ധരാമയ്യ, ഇത് കാന്തപുരത്തിന്റെ ശിഷ്യന്മാരാണ്, മഴ അല്ല. തീ വീണാലും ഇവർ അനുകൂല. ഈ പ്രസംഗിച്ചു. പേജാവർ സ്വാമി കണ്ടു, അതിശയപ്പെട്ടു. അയാള് പ്രസംഗിച്ചു. ആദ്യമായി ഉടുപ്പി മഠത്തിലുള്ള പേജാവർ സ്വാമി അയാളുള്ള ഷാലെടുത്ത് ഷേഖുന കാന്തപുരം സുൽത്താനുൽ ഉലമാക്ക് ഇട്ടുകൊടുത്തു. പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇത്ര ഒരു ചുറ്റുപാടുള്ളത്, ഇത്ര ഒരു നാട്ടിന് വേണ്ടിയിട്ട് മെനക്കെടാനുള്ള സംഘടന ഉള്ളത് എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്ന് കാണുന്നത്. മനസ്സിലാക്കുന്നവർക്ക് ഇത് പോരെ. ഇനിയും ചില ആൾക്കാർ ഉറക്കിലുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണർത്തി കൊടുക്കുമാറാകട്ടെ, അവർക്ക് സൻബുദ്ധി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് മർക്കസിന്റെ ഈ പരിപാടികൾ നേരത്തെ ഹക്കീം ഉസ്താദ് സൂചിച്ച പോലെ നോളജ് സിറ്റി ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോളജ് സിറ്റിയായി അത് മാറൂ. കാരണം അന്ന് എന്റെ ഷേഖ് മടൂർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് 25 കൊല്ലം മുമ്പ് കുട്ടിച്ചെറയിൽ പറഞ്ഞ വാക്കുകൾ എറണാകുളം പോകണം, CM ഇബ്രാഹിം പ്രസംഗിക്കണം, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് AP അബൂബക്കർ മുസ്ലിയാർ ഹക്കാണ്, അവർ വിജയിക്കൂ വിജയിക്കൂ. അന്ന് ആ മഹാൻ പറഞ്ഞ ആ വാർത്ത ഇന്നും ഞങ്ങൾ ചെവികളിൽ കൂടുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ നോളജ് സിറ്റിയിൽ കേവല സഖാഫി ഒരു നിസ്സാരമാക്കുന്നുണ്ടായിരുന്നു. തലയ്ക്കെട്ടുള്ള മൊയ്ലാമാര് ഈ മൊയ്ലാമാർക്ക് ഫാത്തിഹ അല്ലാണ്ട് വേറെ ഒന്നും അറിഞ്ഞൂടാ എന്ന് ഒരു കാലം പ്രസംഗിച്ച മുജാഹിദിനോട് ഞാൻ ഇന്ന് പറയാനുള്ളത്, എന്റെ പൊന്നുമോനെ, എന്റെ വെല്ലുപാപ്പ, ഇതാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ആ പള്ളിന്റെ ഇമാമാണ് ഇന്ന് വന്ന് പ്രസംഗിക്കുന്നത്. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഇന്ന് 98% സുന്നികളാണെന്ന് പറയുന്നതിന് മക്കത്ത് വന്ന്, ബഗ്ദാദിൽ നിന്ന് വന്ന്, മലേഷ്യയിൽ നിന്ന് വന്ന്, എല്ലാ ലോകത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇത് കൂട്ടിച്ചേർക്കാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമ ശൈഖുനാ AP അബൂബക്കർ മുസ്ലിയാർക്ക് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അംഗീകരിക്കണ്ടേ? അംഗീകരിക്കുന്നില്ല. യാത്ര കഴിഞ്ഞു, സുബൈക്ക് കോഴിക്കോടിൽ ട്രെയിൻ എത്തിയപ്പോൾ മന്ത്രിമാരും MP-മാരും കോൺഗ്രസ്സുകാരനും BJP-കാരനും എല്ലാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉസ്താദിനെ ആദരിച്ച് പറഞ്ഞു, കേരളത്തിന്റെ മണ്ണിന്റെ ഗുണം കർണാടക മാത്രമല്ല ലോകത്തേക്ക് കാണിച്ചു കൊടുത്ത ഒരു ആലിമാണ്, ഞങ്ങൾക്ക് ഇതൊരു അഭിമാനമാണ്. അല്ലാഹു തആല നൽകുന്ന ഇസ്സത്ത് ആരെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ ആരോഗ്യം ആയുസ്സും അല്ലാഹു തആല നീട്ടി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇനി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാര്, പല പരീക്ഷകൾ വന്നു, എതിർത്തു, വിജയിച്ചു. അല്ലാഹു തആല ഇനി ഇതിന്റെ ശേഷം വിജയമല്ലാണ്ട് ഏത് നാട്ടിൽ പോയിട്ട് ഒരു പള്ളിയിൽ നോക്കിയാലും ഒരു സഖാഫി ഇല്ലാത്ത പള്ളി ഇന്നില്ല. അൽഹംദുലില്ലാ, ഇന്ന് കർണാടകത്തിൽ മാത്രം 1,00,000 SSF-ന്റെ യോദ്ധാക്കൾ ഇന്ന് സൃഷ്ടി അയച്ചിട്ടുണ്ട്. ഇന്ന് 28 ജില്ലയിൽ. അന്ന് പറഞ്ഞു ഗവൺമെന്റ് വരുക, ഞാൻ പറഞ്ഞു ഗവൺമെന്റ് അല്ല, ഓന്റെ ഉപ്പാപ്പ വരുവാണ്. അന്ന് ചീഫ് മിനിസ്റ്റർ മുതൽ എല്ലാ മന്ത്രിമാർ മംഗലാപുരത്ത് മൈതാനത്തിൽ നിങ്ങൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോട്, കാരണം പല മഹാന്മാർ ഞങ്ങളോട് ഇടപറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ദർജകളെ കയറ്റിക്കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകൾ നേതൃത്വം കൊടുത്ത് ഈ വലിയ ഒരു സംഭവം ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അൽഹംദുലില്ലാ വളർന്നിട്ടുണ്ട്. കർണാടകത്തിലും കൂടി ഈനാക്കാട്ടി വലിയ സമ്മേളനം ഞങ്ങളെ കാതറാജി അവറുകളും മറ്റ ഉലമാക്കളും, ഭാഷ അറിഞ്ഞൂടാ, മലയാളം അറിയാത്ത അവിടെയുള്ള ഹൻഫി മസ്ലക്കിന്റെ ലക്ഷക്കണക്കിൽ ആൾക്കാർ ഉസ്താദിനെ കണ്ടാൽ മതി, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സിയാറത്തായി. കാരണം സുന്നത്ത് ജമാഅത്തിനെ ഉണർപ്പിച്ച് ഇന്ന് കർണാടകത്തിൽ ഓരോരോ മുക്കിലും കൂടി ഓരോരോ മൂലക്കും സുന്നത്ത് ജമാഅത്തിന്റെ അണികള് SSF-ലേക്ക് ആയിരക്കണക്കിൽ ആൾക്കാർ ഇന്ന് ചേരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് ചെയ്യണം, കാരണം AP വന്നു പോയതല്ലേ.
അവിടെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് മലയാളം അല്ലാണ്ട് വേറെ ഒരു അക്ഷരം അറിഞ്ഞൂടാ, നിങ്ങൾ ആരാന്ന് പറയാനും പറ്റൂല, നിങ്ങൾ എന്തുണ്ടെങ്കിലും മണ്ണാർക്കാടിൽ പറഞ്ഞാൽ മതി, ഇവിടെ പറയാൻ പറ്റൂല. അങ്ങനെ പാവം അവർ തിരിച്ചു വന്നു. കാരണം ഇന്ന് ഉസ്താദിനെ കിട്ടിയ ശക്തി ഇതൊരു അത്ഭുതമാണ്. കാരണം കഴിഞ്ഞ 25-30 കൊല്ലമായി നിങ്ങൾ നോക്കണം, കാബന്റെ ഉള്ളിൽ കയറി കാബ കഴുകാനുള്ള ആദ്യമായ പണ്ഡിതനാണെന്നാണ് മക്കത്തുനിന്ന് വന്ന ആൾക്കാർ ഇന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാർ മുബാറക്ക് ആ കാലത്ത് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം, എന്തെല്ലാം ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ നടന്നോട്ടെ, അവർക്കുള്ളത് മൊയ്തീൻ മാലയില്ല, അവർക്കുള്ളത് AP മാല മാത്രമാണ്. അതുകൊണ്ട് അവർ എത്ര ചെല്ലിയാലും ചെല്ലിക്കോട്ടെ, ഞങ്ങൾക്ക് അതിനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്മനസ്സ് കൊടുക്കട്ടെ എന്ന് ദുആരക്കുന്നല്ലാണ്ട് മറ്റൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് നോളേജ് സിറ്റിന്റെ പണിയും അതേപോലെ കോഴിക്കോടിലുള്ള പള്ളിന്റെ പണിയും ഏകദേശം പൂർത്തി തുടങ്ങാനുള്ള ശക്തി അല്ലാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ. ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ല, മഹാന്മാർ ഒരു ഭാഗത്ത് മടൂർ ഷേഖ്, ഒരു ഭാഗത്ത് മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, ഈ 2 മഹാന്മാരെ കൂടെ കുറെ കൊല്ലം നടന്നവരാണ് ഞാൻ. അവർ പറഞ്ഞ ഓരോരോ വാക്കുകള് അത് യാഥാർത്ഥ്യം ഞങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ആ കാഴ്ച ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ ലോകം മുഴുവൻ, ഡൽഹിയിൽ ഏത് ഗവൺമെന്റ് വന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരും ഈ മർക്കസിൽ വരാത്തവും കേറാത്തവനില്ല. ഇൻഷാ അല്ലാഹ് മടൂർ ഷേഖ് വിചാരിച്ചാൽ ഇന്ന് ഏത് മഹാനുണ്ടെങ്കിലും കൊമ്പനുണ്ടെങ്കിലും ഇവിടെ തലത്താത്തി വരും. ആ വരുന്ന സാന്നിധ്യമാണ് ഇന്ന് മർക്കസു സഖാഫത്ത് സുന്നിയ. അൽഹംദുലില്ലാഹ് ഇതിന്റെ ബർക്കത്ത് അല്ലാഹു തആല നിലനിർത്തി കൊടുക്കാൻ വരണം. ഇത് ഉടനെ വാങ്ങി ഇവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് ഇറങ്ങി പോവാം. വേഗം പെട്ടെന്ന്. ഫസ്റ്റ് പ്രൈസ് നേടിയ ഉക്കാശ അലി ബിൻ ഹക്കീം സഖാഫി, അൽ ബറക്ക അബ്ദുൽ ഗഫൂർ